ലോക്ക്ഡൌൺ ഏത് പോണ തോന്നണം മോളെ. അയ്യോ ഇനി പുറത്തേക്ക് പോവാൻ പറ്റില്ലേ? ഗവൺമെന്റ് ഭയങ്കര സ്ട്രിക്റ്റാ. പോലീസ് പിടിക്കും. എനിക്ക് ബോറടിച്ചിട്ട് വയ്യ. ഞാൻ എന്താ ചെയ്യാ മാമ? അതിനൊരു സൂത്രണ്ട്. സൂത്രോ? എന്താ മാമി ആ സൂത്രം? ശരീരത്തിന് മാത്രമേ വിലക്കുള്ളൂ. ശരിയാ, മനസ്സിന് എവിടെ വേണമെങ്കിലും പോവാലോ. ഒരു പട്ടം പോലെ, ഒരു ചിത്രശലഭം പോലെ. മനസ്സിന് എങ്ങോട്ട് വേണമെങ്കിലും പാറി പറന്ന് നടക്കാലോ. നീ എന്റെ ലൈബ്രറിയിൽ പോയിട്ട് ഒരു പുസ്തകം എടുത്തങ്ങോട്ട് വായിക്കുക. അത് ആ പുസ്തകത്തിന്റെ വരികളിലൂടെ നിന്റെ മനസ്സ് അങ്ങോട്ട് പാറി പറന്ന് നടക്കും. പച്ചപ്പ് പുതച്ചു കിടക്കുന്ന ഭൂതത്താൻ കുന്ന്. ഈ കുന്നിന് മുകളിൽ ഉഗ്രനും ശൂരനുമായ ഒരു ദുർമന്ത്രവാദി താമസിച്ചിരുന്നു. രാവും പകലുമെന്നില്ലാതെ ഹോമകുണ്ഡത്തിന് മുൻപിൽ പൂജയും മന്ത്രവുമായി അയാൾ കഴിഞ്ഞതിന് പിന്നിൽ രക്തത്തിൽ ചാലിച്ച വിദ്വേഷത്തിൻ്റെ പകയുടെ കഥയുണ്ട്. 20 കൊല്ലങ്ങൾക്ക് മുൻപ് ഭൂതത്താൻ കുന്നിൻ്റെ താഴ്വാരത്തുള്ള ആരക്കുന്നം ഗ്രാമത്തിൻ്റെ അയൽ ഗ്രാമമായ മുപ്പുഴ ഗ്രാമത്തിൽ സുബ്രഹ്മണ്യം പൂറ്റിയും കുടുംബവും താമസിച്ചിരുന്നു. പൂറ്റിയും ഭാര്യയും കുഞ്ഞുമടങ്ങുന്ന ഒരു ചെറിയൊരു കുടുംബം. മകനെ പ്രസവിച്ചതിനെ തുടർന്ന് കിടപ്പിലായതാണ് പൂറ്റിയുടെ ഭാര്യ. ദുഃഖങ്ങളും വേദനകളുമെല്ലാം ഉള്ളിലൊതുക്കി അതെല്ലാം നർമ്മത്തിൽ ചാലിച്ച് പൂജയും മന്ത്രങ്ങളുമായി മകനെ പഠിപ്പിച്ചു. മാസങ്ങൾ കടന്നുപോയി. പൂറ്റിയുടെ ഭാര്യയുടെ നില വഷളായിക്കൊണ്ടേയിരുന്നു. അടുത്തുള്ള എല്ലാ ഡോക്ടർമാരും അവരെ കൈവിട്ടു. ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ പട്ടണത്തിലുള്ള ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ അയാൾ ഭാര്യയെ പ്രവേശിപ്പിച്ചു. ഇല്ലായ്മയുടെ നടുവിൽ കഴിഞ്ഞിരുന്ന ആ കുടുംബത്തിന് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു അവിടുത്തെ ചികിത്സാ ചെലവുകൾ. അപ്പോഴേക്കും കടം വന്ന് കാട് കയറിയിരുന്നു. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ പൂറ്റി പട്ടണത്തിലെ ചിറ്റൂർ ഫിൻകോർപ്പ് സ്ഥാപനത്തിൽ ചെന്ന് ഫിലിപ്പ് അഗസ്റ്റിൻ മുതലാളിയെ കണ്ട് തൻ്റെ വീടും പറമ്പിൻ്റെയും ആധാരം പണയം വെച്ച് ആ രൂപ കൊണ്ട് ആശുപത്രിയിലെ കടങ്ങളെല്ലാം വീട്ടി. ഇതൊന്നും അറിയാതെ അവരെ ഈ ലോകത്തിൽ തനിച്ചാക്കി അവർ യാത്രയായി. മാസങ്ങൾ കടന്നുപോയി. പലിശ പോലും അടയ്ക്കാൻ കഴിയാതെ പൂറ്റി വലഞ്ഞു. ഇതേ സമയം ഫിലിപ്പ് അഗസ്റ്റിൻ മുതലാളിക്ക് സുബ്രഹ്മണ്യൻ പൂറ്റിയുടെ വീടും പറമ്പും ഭയങ്കരമായി ഇഷ്ടമായി. അതൊരു വേനൽക്കാല വസതിയാക്കാൻ അയാൾ മനസ്സിലുറപ്പിച്ചു. പൂറ്റിയെയും മകനെയും ഇല്ലായ്മ ചെയ്താൽ മാത്രമേ ആ സ്വത്ത് തൻ്റെ കയ്യിലേക്ക് വരൂ എന്ന് മനസ്സിലാക്കിയ ഫിലിപ്പ് അഗസ്റ്റിൻ മുതലാളി തൻ്റെ കളക്ഷൻ ഏജൻസായ ഗുണ്ടകളെ അവരില്ലായ്മ ചെയ്യാനായിട്ട് പറഞ്ഞയച്ചു. സൂര്യൻ ഉദിക്കുവോളം അവൻ ഓടി. മുപ്പുഴയുടെ തീരത്തുള്ള ആൽമര ചുവട്ടിൽ അവൻ അല്പം വിശ്രമിക്കാനായി ഇരുന്നു. അമ്മ മരിച്ചധികം വൈകുന്നതിന് മുൻപ് അച്ഛനെ കൂടി ഇല്ലായ്മ ചെയ്ത ആ ഫിലിപ്പ് അഗസ്റ്റിൻ മുതലാളി, അയാളെ ഒരു പാഠം പഠിപ്പിക്കാൻ അവൻ മനസ്സിൽ ഉറപ്പിച്ചു. അപ്പോഴേക്കും ഭൂതത്താൻ കുന്നിൽ നിന്നും ദുർമന്ത്രവാദി അവനെ തേടിയെത്തി. അവനെ അയാൾ ആശ്വസിപ്പിച്ചു. ഇതെല്ലാം
മുൻകൂട്ടി കണ്ടുകൊണ്ടിരുന്നതാണ് ഈ മന്ത്രവാദി. അവനെ ഭൂതത്താൻ കുന്നിലേക്ക് അയാൾ കൂട്ടിക്കൊണ്ടുപോയി. രാവും പകലുമെന്നില്ലാതെ ഹോമകുണ്ടത്തിന് മുൻപിൽ ആത്മാക്കളെ വശീകരിക്കുന്ന മന്ത്രവും തന്ത്രവും അയാൾ അവനെ പഠിപ്പിച്ചു. മന്ത്രവും തന്ത്രവും പഠിച്ച് അവൻ വളർന്നു. 20 വർഷങ്ങൾക്ക് മുൻപ് സുബ്രഹ്മണ്യം പോറ്റിയിൽ നിന്നും വാങ്ങിച്ച ആ വീടും സ്ഥലവും ഒരു ഫാം ഹൗസാക്കി ഫിലിപ്പ് അഗസ്റ്റിൻ മുതലാളി മാറ്റിയിരുന്നു. അയാളോട് പക തീർക്കണമെങ്കിൽ അയാളുടെ കുടുംബത്തിനെ തന്നെ ഇല്ലായ്മ ചെയ്യണം. അതിനുവേണ്ടി ഹോമവും മന്ത്രവുമായി ഫിലിപ്പ് അഗസ്റ്റിൻ മുതലാളിയുടെ ഭാര്യയെയും താഴെയുള്ള 2 കുട്ടികളെയും ഭാര്യാപിതാവിനെയും അയാൾ ആ വേനൽ വസതിയിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്നു. അവരുടെ ആത്മാവിനെ അയാൾ ആവാഹിച്ചു. ഇതൊന്നും അറിയാതെ അവൾ